മനസ്സിൽ നൊമ്പരം മാത്രം ബാക്കി വെച്ച് കടന്നുപോയ വളരെ ചുരുക്കം മലയാള ചിത്രങ്ങളേയുള്ളൂ. ഇക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്നതാണ് 1993 പുറത്തിറങ്ങിയ സിബി മലയിൽ ചിത്രം ആകാശദൂത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ആകാശദൂത് എന്ന സിനിമ കണ്ടു തീർക്കാൻ ഒരാൾക്കുമാകില്ല. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിലാണ് ആകാശദൂത് എന്ന സിനിമ സംവിധാനം ചെയ്തത്. അനാഥരായി പോകുന്ന 4 കുട്ടികളുടെ കഥ പറഞ്ഞ ചിത്രം ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും തീരാ നൊമ്പരമാണ്. ഇനിയൊരാവർത്തി കൂടി കാണാൻ പ്രയാസമുള്ള ആ സിനിമയിൽ നിരവധി അതുല്യരായ അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ നമ്മെ വിട്ടുപോയ നെടുമുടി വേണു, മുരളി, മാധവി, NF വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അതിൽ അവതരിപ്പിച്ചത്. ഇത്രത്തോളം വലിയ അഭിനേതാക്കൾ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടും പ്രേക്ഷകരെ എക്കാലത്തേക്കും കണ്ണീരിലാഴ്ത്തിയത് സിനിമയിൽ ബാലതാരങ്ങളായി വന്ന കുട്ടികളായിരുന്നു എന്ന് തന്നെ പറയാം. ഇക്കൂട്ടത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു മുഖമുണ്ട്. പോളിയോ ബാധിച്ച് കാലുകൾ തളർന്നുപോയ റോണി എന്ന കുട്ടിയുടേത്. സഹോദരങ്ങളെയെല്ലാം ഓരോരുത്തർ കൊണ്ടുപോകുമ്പോൾ ആർക്കും വേണ്ടാത്തവനായി ഒറ്റയ്ക്ക് നിൽക്കുന്ന അവന്റെ മുഖം ഒരിക്കലും മറക്കാനാവില്ല. ആ കുട്ടി ഇപ്പോൾ എവിടെയെന്ന് ഇടയ്ക്കിടെ നാം ഓർത്തിട്ടുണ്ടാകും. റോണി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ടവനായി മാറിയ മാർട്ടിൻ കോര ഇന്ന് ഗൾഫിലാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കോട്ടയംകാരനായ മാർട്ടിൻ കോര ആകാശദൂത് എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഷൂട്ടിങ്ങിന് ശേഷം വീണ്ടും പഠനത്തിലേക്ക് തിരിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ മദ്രാസിലെ ലയോള കോളേജിൽ ഡിഗ്രി ചെയ്തു. ഡിഗ്രി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അവിടെ 3 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ 8 വർഷമായി ഖത്തറിലെ ദോഹയിലാണ്. അവിടെ ബിസിനസ്സാണ്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് മാർട്ടിൻ കോര. ആകാശദൂത് എന്ന സിനിമയിൽ മൂത്ത കുട്ടിയായി അഭിനയിച്ച താരത്തെ മലയാളികൾ അന്നേ ഏറ്റെടുത്തതാണ്. തിരുവനന്തപുരം സ്വദേശിയായ സീന ആന്റണിയായിരുന്നു ആ കുട്ടി. പിൽക്കാലത്ത് ഒരുപാട് സിനിമകളിലും പിന്നീട് മിനിസ്ക്രീൻ രംഗത്തും തിളങ്ങിയ നടിയായി മാറി സീന. അവാരമ്പു എന്ന തമിഴ് സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം തുടങ്ങിയ താരം തന്റെ ആദ്യ മലയാള സിനിമയായി ആകാശദൂതിൽ അഭിനയിച്ചു. മാത്രമല്ല ആദ്യകാല മലയാള സിനിമ തന്നെ വലിയൊരു വിജയമാവുകയും ചെയ്തു. ആകാശദൂത് എന്ന ചിത്രത്തിൽ സീന ആന്റണിയുടെ മീനു എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേ വർഷം തന്നെ വെങ്കലം എന്ന ഭരതൻ ചിത്രത്തിലും സീന എന്ന മിടുക്കിക്ക് വേണ്ടി ഒരു കഥാപാത്രം കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്ദിര എന്ന ആ കഥാപാത്രമായി മുരളിക്കും മനോജ് കെ ജയനും ഉർവശിക്കുമൊപ്പം സീന അതിലും ഗംഭീരമായി തിളങ്ങി. പിന്നീട് ഉണ്ണിമായയിലൂടെയും അമ്മുവായും സീനയെ കാണാൻ നമുക്ക് കഴിഞ്ഞു. അമ്മുവായി തമ്പി കണ്ണന്താനത്തിന്റെ ചുക്കാൻ എന്ന സിനിമയിലെത്തിയപ്പോൾ ജയരാജ് ചിത്രമായ സോപാനത്തിലാണ് ഉണ്ണിമയയായി നമുക്ക് മുന്നിൽ താരം എത്തിയത്. ചുക്കാൻ സിനിമയിൽ ഗൗതമിയും സുരേഷ് ഗോപിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത്. ജയരാജിന്റെ സോപാനം ഒരു വലിയ വിജയമായി മാറിയിരുന്നു. നടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ അവാർഡ് കിട്ടുന്നത് ഉണ്ണിമായ എന്ന കഥാപാത്രത്തിലൂടെയാണ്. അതും സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് തന്നെ നടിക്ക് അതിലൂടെ ലഭിച്ചു. തുടർന്ന് ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ സഹോദരിയായി ഹിറ്റ്ലർ എന്ന സിനിമയിൽ നടിയെ കാണാൻ കഴിഞ്ഞു. ഹിറ്റ്ലർ സിനിമയിൽ സന്ധ്യ എന്ന മാധവൻകുട്ടിയുടെ അർദ്ധ സഹോദരിയായാണ് സീന മികച്ച രീതിയിൽ അഭിനയിച്ചത്. പിന്നീട് ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയിൽ ജയറാമിന്റെ സഹോദരിയായി ശ്രദ്ധ നേടിയതും സീന തന്നെയായിരുന്നു. ഹിറ്റ്ലർ പുറത്തിറങ്ങി വെറും 2 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ സിനിമ ഇറങ്ങിയത്. പിന്നീട് സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള എടുത്ത സീന പഠനത്തിനായി ബാക്കി സമയം ചെലവഴിക്കുകയായിരുന്നു. പിന്നീട് 2016 മിനിസ്ക്രീൻ സീരിയലിലൂടെയാണ് നടി വീണ്ടും പ്രേക്ഷകർക്ക് മുൻപിൽ തിരിച്ചു വന്നത്. തന്റെ തിരിച്ചുവരവിൽ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു എന്നതും സീനയ്ക്ക് കിട്ടിയ ഭാഗ്യമായിരുന്നു. കന്യാദാനം, സരയു, എന്നിഷ്ടം, ഭദ്ര തുടങ്ങിയവ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ പരമ്പരകളാണ്. KSEB ജീവനക്കാരനായിരുന്ന പരേതനായ ആന്റണിയാണ് താരത്തിന്റെ അച്ഛൻ. അമ്മ അനിമൽ ഹസ്ബൻഡറി വകുപ്പിൽ ഓഫീസറായിരുന്ന പരേതയായ സെലിൻ. ഹാർഡ്വെയർ എഞ്ചിനീയറായ ഭർത്താവിനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ മൂത്ത മകൾ ജോവാനും ഇളയ മകൻ ആര്യനുമൊപ്പം സന്തോഷപൂർവ്വം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ താമസിക്കുകയാണ് താരം ഇപ്പോൾ. ആകാശദൂത് സിനിമയിലെ ഏറ്റവും ഇളയ കുട്ടിയായി വേഷമിട്ട ബെൻ ഇപ്പോൾ ജർമ്മനിയിലാണ്. തിരുവല്ല സ്വദേശിയാണ് ബെൻ അലക്സാണ്ടർ കടവിൽ. 4ാം ക്ലാസ് വരെ സിറിയൻ ജോക്കബൈറ്റ് പബ്ലിക് സ്കൂളിലും 5ാം ക്ലാസ് മുതൽ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് റെസിഡൻഷ്യൽ സ്കൂളിലുമാണ് ബെൻ പഠിച്ചത്. മറ്റൊരു ബാലതാരമായ ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോസഫ് ആന്റണിയാണ്. ജോസഫ് ആന്റണി പിന്നീട് സിനിമകളിലോ സീരിയലുകളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല.